ഹായ്, എസ് വി അരുളേനാണ്. എല്ലാവരും ഒരു പീഡന സ്ക്രീൻഷോട്ട് കണ്ടല്ലോ അല്ലേ? ഇനി കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ നോക്കിക്കോളൂ. ഒരു കൊച്ചു കുട്ടിയെ പീഡിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നശിപ്പിച്ചിട്ട് മുങ്ങിക്കളഞ്ഞവനാണ് ഇവൻ. ഇവനെ കാണാനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ദേ അതേ ആള് തന്നെയാണ്. പേര് എസ് വി അരുളേൽ എന്നാണ്. ലസിത പാലയ്ക്കൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോ, ആ വീഡിയോ അല്ലെ വീഡിയോ അല്ല, ഒരു വീഡിയോയിൽ കുറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ പറഞ്ഞതിനോടൊപ്പം തന്നെ ഒരു ഫോട്ടോ കൂടി പ്രചരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നേരത്തെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പറഞ്ഞ പോലെ, സന്ദേശ സിനിമയിൽ പറയും പോലെ, നമുക്ക് എളുപ്പത്തിൽ ഒരാളെ എന്ത് ചെയ്യുക, ഒരു പെണ്ണുകേസി അങ്ങ് പെടുത്തി കളഞ്ഞാൽ നിശബ്ദമാക്കി കളയാമെന്നാണ് പറയുന്നത്. എന്തായാലും വാർത്ത എഫക്റ്റീവ് ആണെന്നും ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ലസിത പാലയ്ക്കൽ നേരിട്ട് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്, അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പീഡനമൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു കാര്യം പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ലസിത പാലയ്ക്കലിനെതിരെ കഴിഞ്ഞ ദിവസം ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ പുറത്തുവിട്ടതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് എസ് വി വൈബ്സിലെ മറ്റേ ചേ കാ പൂ മാ എന്നുള്ള ആ നിലവാരത്തിലുള്ള അല്ലെങ്കിൽ മറുപടികൾ അവർ നൽകിയതും. അതിനുശേഷം കൂടുതൽ എന്നെ ആക്രമിക്കാൻ ആ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സുഡാപ്പി എന്നുള്ളൊരു ആക്ഷേപം എനിക്കെതിരെ ഉന്നയിച്ചു. അതായത് എളുപ്പത്തിൽ നോക്കണേ, ഒരു സംഘി ബുദ്ധി എന്താണെന്ന് നോക്കണേ. അതായത് എൻ്റെ പേര് അരുൾലാലാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അരുണാണെന്ന് അവർ ന്യൂസ് 8 നിന്ന് എന്നെ പുറത്താക്കി എന്നുള്ളൊരു വിവരത്തിന്റെ കാര്യമൊക്കെ അവർ കമന്റായിട്ട് ആ പോസ്റ്റിന് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ പേര് അരുണാണെന്നറിയാം. അപ്പോൾ ഞാനൊരു ഹിന്ദു ആണെന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. പക്ഷേ അവരുടെ ലൈവിൽ ഒരിടത്തും ഞാനൊരു സുഡാപ്പിയാണെന്നാണ് പറയുന്നത്. എന്താണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ചില സുഡാപ്പി ചാപ്പുകൾ കുത്തിക്കൊണ്ട് സംഘി ബുദ്ധികൾ ഹിന്ദു വികാരം ഉണർത്തുന്ന കാര്യം. എനിക്കെതിരെ ഹിന്ദു വികാരം ഉണ്ടാകട്ടെ, ഞാൻ ഒരു ഹിന്ദു സ്ത്രീക്കെതിരെ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ ഹിന്ദു വികാരം ഉണർത്താൻ വേണ്ടി ലസിത പാലയ്ക്കൽ നടത്തിയ വിദഗ്ധമായിട്ടുള്ള ലൈവിനകത്ത് കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു അബദ്ധം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്കെതിരെ വാർത്ത കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത് പ്രചരിപ്പിച്ചു എന്നതിന്റെ തെളിവ് എന്താണെന്നല്ലേ ഈ പ്രതികരണം ഒന്ന് കേട്ടെ. ഇപ്പൊ എനിക്ക് നിന്നെ പറ്റിയിട്ട് പറയാലോ. ഈ SBS വ്ളോഗ്സിന്റെ ആള് ഒരു എന്താ പറയണത്, ഒരു ചെറിയൊരു പെൺകുട്ടീനെ പീഡിപ്പിച്ച ഒരു വ്യക്തിയാണ്. അയാളെ പറ്റിയിട്ട് ഇനി ഒരു നല്ലൊരു കാര്യം പറയാനില്ല. അയാളെ പറ്റിയിട്ട് ഈ പറയുന്ന വീഡിയോ, അതായത് ഞാൻ ഫോട്ടോ അടക്കം ഞാൻ നിങ്ങൾക്ക് തരാം. അവനൊരു പീഡിപ്പിച്ച ഒരു വ്യക്തിയാണ്. അവന്റെ നാട്ടില് പീഡനം എന്ന് പറഞ്ഞിട്ട് അയാൾ നാട് കടന്നതാണ്, ഗൾഫിലേക്ക് നാട് കടന്നൊരു വ്യക്തിയും കൂടിയാണ്. ഇങ്ങനെ തോന്നാന്ന് മറ്റുള്ള ആൾക്കാരെ പറയേണ്ട ആവശ്യം എന്താന്ന് നോക്കിയാൽ കേട്ടല്ലോ. അതിനകത്ത് അവർ പറഞ്ഞു തുടങ്ങുന്നത് എന്നാ പിന്നെ എനിക്ക് പറഞ്ഞൂടെ എങ്ങനെ ഒരു പെണ്ണ് കേസ്. അപ്പോൾ അവർ തുടങ്ങുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സിലായി, ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള ഒരു സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചെന്ത് പറയാം. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, എളുപ്പത്തിൽ നമ്മൾക്ക് എന്താക്കാം, ഒരാളെ നിശബ്ദനാക്കാം. ആ ഒരു ആക്ഷേപം കേട്ടുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇത്തരം കാര്യങ്ങൾ ഹൈഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വ്യക്തിപരമായിട്ടുള്ളവരുടെ ചോയ്സാണ്. പക്ഷേ ആർക്കായിരിക്കും ഒരു വിഷയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നല്ല ഉറച്ച ശബ്ദത്തിലും സംസാരിക്കാൻ പറ്റുന്നത്? അവനവനെക്കുറിച്ച് അവനവന് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ ഏതൊരു വിഷയത്തിൽ, ഇത്തരം വിഷയത്തിലൊക്കെ എന്ത് ചെയ്യാം, നിഷ്പ്രയാസം നമുക്ക് മറുപടി പറയാൻ പറ്റും. അതുകൊണ്ടാണ് കുറച്ച് വൈകിയെങ്കിലും. കാര്യം വേറൊരു കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കഠിനംകുളം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കൊടുത്തൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പോലീസ് സ്റ്റേഷൻ വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊരു മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്, പല കോളുകൾ വരുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചൊരു ഫോട്ടോ കാണുന്നില്ല. അപ്പം ഞാൻ എൻ്റെ മൈ ഓൺ ഫേസ്ബുക്ക് ID-യിൽ അതിനെക്കുറിച്ചൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ കാണാത്തവരെല്ലാവരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യമുണ്ട്, പീഡനം നടത്തി വിദേശത്തേക്ക് പോയെന്നാണ്. ഇതുവരെ ഞാൻ ഗൾഫ് കണ്ടിട്ടില്ല. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പോൾ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള എന്നെ സംബന്ധിക്കുന്നിടത്തോളം എൻ്റെ നാട്ടിൽ നിന്ന് ഇതുവരെ ഞാൻ എന്തെങ്കിലും ഒരു ടൂർ പോകാനോ ഒരു 5-6 ദിവസം മാറി നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഇതുവരെ വിദേശയാത്രയിലേക്ക് ഒരു വലിയ കാലത്തേക്ക് മാറി നിന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ആ പീഡിപ്പിച്ച ആ കുട്ടിയെ ഒന്ന് കാണാനുള്ള ആഗ്രഹമുണ്ട്. ഒരു പീഡിപ്പിച്ച ആളാണ്. ആ കുട്ടിയുടെ ഫേസ് ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു. കാര്യം അതൊരു പീഡിപ്പിച്ചവന്റെ ഒരു ആവശ്യമായിട്ട് ലസിത പാലയ്ക്കലിനോട് പറയുകയാണ്. അതും കൂടി ഒന്ന് നാട്ടുകാരൊന്ന് കാണിച്ചു കൊടുത്തിട്ട്, ഇതേ ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടാണ് അവൻ മുങ്ങിയതെന്ന് കൂടി നാട്ടുകാരെ അറിയിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ആ ബാധ്യത കൂടി ഏറ്റെടുക്കണം. കാര്യം ആ ഒരു അങ്ങനെ പീഡിപ്പിക്കുക അവസരം കിട്ടിയ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കും കൂടി ആ കുട്ടിയെ കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ട്. അതൊന്ന് പൂർത്തീകരിച്ച് തരുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ, എനിക്കൊരു
കേസ് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷെ എതിർപക്ഷത്തുള്ളവരെ നിശബ്ദമാക്കാൻ വേണ്ടി ഇത്തരം വില കുറഞ്ഞ അവർ പറയുന്ന അവരെന്നെ ഫോൺ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അത് അവരൊരു ഫേസ്ബുക്ക് പേജിൽ നടത്തിയിരുന്ന അതായത് തെക്കിന്റെ കാവിപ്പടയോ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജിനകത്ത് നടത്തിയ ഓഡിയോയുടെ ഒരു ഭാഗമാണ് നിങ്ങളുടെ അടുത്ത് കിട്ടിയത്, അവർ നടത്തിയ സാമ്പത്തിക ഇടപാടല്ല എന്നുള്ള രീതിയിൽ അവരെന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അത് ഓക്കെ, അതൊക്കെ അതിന് മറുപടി എന്നോണം ഒരാൾ പീഡിപ്പിച്ചു എന്നുള്ളതാണ് തരാനുള്ള സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു, ന്യൂസ് 18 ചാനലിൽ നിന്ന് എന്നെ അവരന്വേഷിച്ചപ്പോൾ പുറത്താക്കിയത് പെണ്ണ് കേസിലാണ്, ജയ്ഹിന്ദ് ചാനലിൽ നിന്ന് എന്നെ പുറത്താക്കിയത് പെണ്ണ് കേസിലാണെന്ന്, പിന്നെ ഡെയിലി ഹണ്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയത് പെണ്ണ് കേസിലാണ്. ഇങ്ങനെ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് എല്ലായിടത്തും പെണ്ണ് കേസിൽ നിന്നാണ് എന്നെ പുറത്താക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവരുടെ തിരിച്ച് ചോദിക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ ജയ്ഹിന്ദ് ചാനലിൽ നിന്ന് പെണ്ണ് കേസിൽ പുറത്താക്കിയാൾക്ക് ന്യൂസ് 18 ചാനലിൽ ജോലി കിട്ടും, ന്യൂസ് 18 ചാനലിൽ നിന്ന് പെണ്ണ് കേസിൽ പുറത്താക്കിയാൾക്ക് ഡെയിലി ഹണ്ടിന്റെ കോർഡിനേഷന്റെ ജോലി കിട്ടും. നല്ലൊരു പ്രത്യേകതരം കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ലസിത പാലക്കലിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർ ഉന്നയിച്ച ആക്ഷേപത്തെ നിയമപരമായി നേരിടാം. പക്ഷേ ഞാൻ അതിന് കാണുന്നില്ല. വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഉന്നയിക്കുമ്പോഴും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാളെ നിശബ്ദനാക്കാൻ എന്ത് ഇതും ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർ ഉപയോഗിച്ച പരിഗണനയെ ഒരു സ്ത്രീ ആയതുകൊണ്ടും ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിനൊരു മുഖവിലേക്ക് എടുക്കുന്നില്ല. അതിനെതിരെ പരാതി കൊടുത്തൊന്നും ഇപ്പോൾ അവരെ വേട്ടയാടികളെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്തോളൂ. ഇത് എന്തായാലും ഒരു പീഡനക്കാരനാണ് എന്ന് ചാപ്പകുത്തി നിശബ്ദനാക്കാമെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഏത് ലസിതമാരോടും പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, പറയാനുള്ള കാര്യം അത് ആർജവത്തോടു കൂടി എവിടെയും പറയും. അതിൽ നിങ്ങളുടെ പക്ഷത്തിന്റെ ഭാഗം കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. ഇതിൽ എനിക്ക് വാർത്ത തന്ന BJP-ക്കാർ തന്നെയാണ്. BJP-ക്കാരുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ സാമ്പത്തിക ഇടപാടെന്ന് ഉള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ലസിത തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. പണം തിരികെ ചോദിച്ച ലസിതയെ തെറിപ്പൂരം നടത്തി എന്നുള്ള ഒരു വാർത്തയാണ് അതിൽ കൊടുക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിച്ചവർ, വസ്തുത അറിയേണ്ടവരോട് മാത്രമാണ് ഇത്തരം കാര്യം പറയേണ്ടി തോന്നിയത്. ഇന്നിപ്പോൾ ഔട്ട്സൈഡ് നിന്നിട്ടാണ് പെട്ടെന്ന് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ള അവസരം. കാര്യം നിരവധി ഫോൺ കോളുകൾ സുഹൃത്തുക്കളായിട്ടുള്ളവർ കണ്ടവരൊക്കെ ആശങ്കപ്പെടുന്നുണ്ട്. ചില വളരെ അടുത്ത സൗഹൃദങ്ങൾ ഫേസ്ബുക്കിലൂടെ കണ്ടതിന് ശേഷം വാട്സപ്പിലൂടെ ഇതെടുത്ത് ഷെയർ ചെയ്ത് തരുന്നവരുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, പീഡിപ്പിക്കാനൊക്കെ ശേഷിയുണ്ടെന്നുള്ളത് ഒരാൾ പറയുകയാണ്, നമ്മളത് അംഗീകരിക്കും. നമുക്ക് എന്തെല്ലാം അംഗീകാരങ്ങൾ ഈ നാട്ടിൽ കിടക്കുന്നു. ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ലെങ്കിലും ഒരു പീഡനക്കാരൻ എന്നുള്ളൊരു അവാർഡ് കിട്ടിയതിൽ ആനന്ദിക്കുകയാണ് എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് പാലക്കലമായി ഇങ്ങനെയൊക്കെ നിശബ്ദമാക്കാൻ ശ്രമിച്ചാലും നിശബ്ദമാകില്ല എന്ന് വളരെ ശക്തമായി, അത് ഏത് വിഷയത്തിലായിരുന്നാലും ശരി, ഇത്തരം ആരോപണങ്ങൾ കേട്ടിട്ട് അവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി ഉരുമ്പിട്ട് ഇറങ്ങിയിട്ടുള്ളതല്ല, അതിശക്തമായിട്ട് തന്നെ വീണ്ടും നിലകൊള്ളും. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ തുടരട്ടെ.